നമുക്കെല്ലാവർക്കും പല രീതിയിലുള്ള ഇൻകം സോഴ്സുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ മെയിൻ ജോബ് എന്നുള്ള ഇൻകം ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് എന്നുള്ള ഇൻകം ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് ജോബുകൾ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഇൻകം ആയിരിക്കാം. ഇതേപോലെ തന്നെയാണ് നമുക്ക് എക്സ്പെൻസുകൾ ഉണ്ട്. അതിൽ ആവശ്യമുള്ള എക്സ്പെൻസ് ഉണ്ട്, അനാവശ്യമുള്ള എക്സ്പെൻസ് ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ വളരെ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സബ്സ്ക്രിപ്ഷൻസ് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ഇങ്ങനെയുള്ള ഒരുപാട് സബ്സ്ക്രിപ്ഷൻസ് എടുത്തു പോയി എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഒരുപാട് എക്സ്പെൻസ് ചിലവാകുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് നമുക്ക് ഒരുപാട് ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും. അതായത് ഹോം ലോണ്, കാർ ലോൺ ഉണ്ടായിരിക്കും. നമുക്ക് ചില ഗോൾസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ മക്കളുടെ എഡ്യൂക്കേഷന് വേണമെങ്കിൽ അവരൊരു 10 വർഷം കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റഡീസിന് പോകുന്നു, അവരുടെ മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രത്തോളം എമൗണ്ട് ഒക്കെ സ്വരുക്കൂട്ടി വെക്കണം, ഇത്രയൊക്കെ ചെലവ് വരും എന്നുള്ള കാൽക്കുലേഷന്, നമുക്കൊരു വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം, അതേപോലെ കാറ് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം, ഇങ്ങനെയുള്ള ഒരുപാട് ഗോൾസും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള വരുമാനമുണ്ട്, ഒരുപാട് തരത്തിലുള്ള എക്സ്പെൻസ് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള ലയബിലിറ്റീസ് ഉണ്ട്. ഇതിനും പുറമെ നമുക്ക് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. ഒരുപക്ഷെ പല സ്ഥലങ്ങളിൽ പല ടൈപ്പിൽ പല ഷെയർസ് വാങ്ങിയിട്ടുണ്ടാവും. അതേപോലെ പല സമയത്ത് പല പ്ലാറ്റ്ഫോമുകളിൽ ചില ബ്രോക്കറുകളിലൊക്കെ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയിട്ടുണ്ടായിരിക്കും, ഇന്റർനാഷണൽ ഫണ്ടുകൾ ഒരുപക്ഷെ വാങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ പല സ്ഥലങ്ങളിൽ ചിന്നിച്ചിതറിയായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇതെല്ലാം ഒരു സ്ഥലത്തോട്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വരവ് എന്താണ്, നമ്മുടെ ചെലവ് എന്താണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എന്താണ്, നമ്മുടെ എക്സ്പെൻസുകൾ, മറ്റ് ലയബിലിറ്റീസുകൾ, മുഴുവൻ എല്ലാ കാര്യങ്ങളും ഒരൊറ്റ സ്ഥലത്ത് നമുക്ക് നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും എവിടെയാണ് നമുക്ക് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ പോകുന്നത്, എങ്ങനെയൊക്കെ ഈ ചെലവുകളെ വെട്ടിച്ചുരുക്കി നമുക്ക് സേവിങ്സ് കൂട്ടാം, ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെ കൂട്ടാം, ഈ ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ബെറ്റർ ആക്കി എടുക്കാം, നല്ലൊരു പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യാം, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരൊറ്റ സ്ഥലത്ത് ട്രാക്ക് ചെയ്യാൻ പറ്റിയ എങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പ്ലാറ്റ്ഫോമിന്റെ പേര് കാപ്റ്റിക്സ് ട്രാക്കർ എന്നാണ്. നിങ്ങളുടെ ഫുൾ ഫിനാൻസ് A to Z കാര്യങ്ങൾ ഒരൊറ്റ സ്ഥലത്ത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഈ പ്ലാറ്റ്ഫോമിന്റെ വളരെ വലിയൊരു പ്രത്യേകത ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഇതിൽ കണക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് കണക്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിലെ ഡിമാറ്റ് അക്കൗണ്ടുകൾ കണക്ട് ചെയ്യുന്നില്ല. ഒന്നും തന്നെ പേഴ്സണൽ ഇൻഫർമേഷൻസ് എടുക്കാതെ വളരെ സുതാര്യമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസിലുള്ള നിങ്ങളുടെ കംപ്ലീറ്റ് ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഒരൊറ്റ സ്ഥലത്ത് ട്രാക്ക് ചെയ്യാനാണ് ഈ ടൂളിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാതെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ടൂളിലെ ഓരോ ഫീച്ചേഴ്സും എന്താണെന്ന് നമ്മുടെ ടൂളിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് മെനൂസ് കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഹെൽത്തിൽ. നമ്മൾ ഫിനാൻഷ്യൽ ഹെൽത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ ഓവറാൾ ഫിനാൻഷ്യൽ സ്കോർ എന്താണെന്നുള്ളത് കാണാൻ പറ്റും. നമ്മുടെ സേവിങ്സ് റേറ്റ്, എമർജൻസി, ടേം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഡീറ്റെയിൽസ് നമുക്കിത് റഫായിട്ടൊന്ന് ഫില്ല് ചെയ്യാം. ജസ്റ്റ് സേ ഫോർ എക്സാമ്പിൾ എൻ്റെ ഏജ് ഒരു 35 ആണെന്ന് വിചാരിക്കാം. എൻ്റെ മന്ത്ലി ഇൻകം ഞാൻ 1 ലക്ഷം എന്ന് ഫില്ല് ചെയ്യുന്നു. 3, 4, 5 1 ലക്ഷം. എൻ്റെ മന്ത്ലി എക്സ്പെൻസസ് സേ ഫോർ എക്സാമ്പിൾ ഒരു 60,000 രൂപയാണെന്ന് ഫില്ല് ചെയ്യുന്നു. എമർജൻസി ഫണ്ട് എനിക്കൊരു 2 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. 1, 2, 3, 2 ലക്ഷം. എൻ്റെ ഇൻകം ടാക്സ് സ്ലാബ് സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു 15% സ്ലാബിലാണ് നിൽക്കുന്നത്. ടേം ഇൻഷുറൻസ് എനിക്കൊരു കമ്പനി ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഞാൻ HDFC എന്ന് ഫില്ല് ചെയ്യുന്നു. എനിക്കൊരു കവറേജ് എമൗണ്ട് ഒരു 50 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കാം. 1, 2, 3, 4, 5. ഓക്കെ. ഹെൽത്ത് ഇൻഷുറൻസ് സേ ഫോർ എക്സാമ്പിൾ എനിക്ക് ICICI ഉണ്ടെന്ന് വിചാരിക്കാം. എൻ്റെ സം ഇൻഷുർഡ് 1, 2, 3 1 ലക്ഷം എന്ന് വിചാരിക്കാം. 1 ലക്ഷം ഇപ്പോൾ നോർമലി കുറവാണല്ലോ, അല്ല നമുക്കൊരു 5 ലക്ഷം കൊടുക്കാം. അല്ല 5 ലക്ഷം കുറവാണ്, 10 ലക്ഷം കൊടുക്കാം. 3, 4, 5. ഓക്കെ. ഞങ്ങൾ 4 മെമ്പേഴ്സാണുള്ളത്. സോ 4 എന്ന് കൊടുക്കുന്നു. ഞാൻ ജസ്റ്റ് ഇവിടെ സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുന്നതോടുകൂടി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടേം ഇൻഷുറൻസ് 50 lakhs സഫീഷ്യൻ്റ് ആയിട്ട് കാണുന്നു. പിന്നെ സേവിങ്സ് റേറ്റ്, എമർജൻസി ഫണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റെ ഓവറാൾ സ്കോർ എന്ന് പറയുന്നത് 6.8 ഔട്ട് ഓഫ് 10 ആണ്. അപ്പോൾ ഇത് ഫിനാൻഷ്യലി ഹെൽത്തി അല്ല എന്നുള്ളതാണ്. ഗുഡ് അല്ലെങ്കിൽ ഒരു ആവറേജ് റേറ്റ് ആണ് എന്നർത്ഥം. പക്ഷേ ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവണം. ഒരു 8 എബോവ് ഒക്കെ നിൽക്കുമ്പോൾ നല്ല സ്കോറാണ്.
ഓക്കെ, ഇനി വരുന്നത് നമുക്ക് ഇൻകം. എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകം ഇവിടെ ഫില്ല് ചെയ്യാം. ഏത് ഡേറ്റിനാണ് നമുക്ക് സാലറി കിട്ടിയത്, നിങ്ങളുടെ ഇപ്പോൾ പുറത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഏത് കറൻസിയിലാണ്, ഇപ്പോൾ ദിർഹം ഉണ്ട്, അതേപോലെ ജാപ്പനീസ് കറൻസി, ഏതാണോ നിങ്ങളുടെ കറൻസി അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് സാലറി കിട്ടുന്ന എംപ്ലോയ്മെൻ്റ് ആണോ, ഫ്രീലാൻസ് ആണോ, റെൻ്റലാണോ, പെൻഷനാണോ, അതറാണോ, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ ഞാൻ എംപ്ലോയ്മെൻറ്റ് ഫില്ല് ചെയ്യുന്നു, എനിക്ക് 1 ലക്ഷം രൂപ സാലറി കിട്ടുന്നു എന്ന് വിചാരിക്കാം. 1 ലക്ഷം രൂപ കിട്ടുന്നു, എനിക്കൊരു റിക്കറിങ് ആയിട്ടാണ് ഈ 1 ലക്ഷം രൂപ കിട്ടുന്നത് വിചാരിക്കുക. ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നു. സോഴ്സ് എമൗണ്ട്, ഓക്കെ, ഇവിടെ ഒരു 50,000 എമൗണ്ട്. സോഴ്സിലല്ല ഇവിടെ എഴുതിയത്. സോഴ്സ് എനിക്ക് സാലറി, എംപ്ലോയ്മെൻറ്റ് കിട്ടുന്ന സാലറിയാണ്. എനിക്കിവിടെ 1 ലക്ഷം രൂപ സാലറി കിട്ടുന്നു. നോട്ട് പ്രത്യേകിച്ചൊന്നും എഴുതില്ല, ഞാൻ സേവ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ സാലറി കിട്ടുന്ന എൻ്റെ ഇൻകം അവിടെ വരുന്നു. ഞാൻ എക്സ്പെൻസിൽ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിക്കുന്നു. എനിക്ക് വീടിന് വേണ്ടിയിട്ട് ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ റെൻ്റ് അടക്കുന്നു, ഒരു 20,000 രൂപ റെൻ്റ് അടക്കുന്നു വിചാരിക്കാം. അത് റിക്കറിങ് ആണ്, എല്ലാ മാസവുമാണ്, എല്ലാ മാസവും പോകുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഏപ്രിൽ 1 തീയതി എല്ലാ മാസം ചെയ്യുമെങ്കിൽ ഈ റിക്കറിങ് നല്ല ടിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ഓരോ സമയം എൻ്റർ ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലായിട്ട് ഇത് പോയിക്കോളും. ഓക്കെ, സോ നമ്മളെ സേവിങ്സ് റേറ്റ് ഇവിടെ കാണിക്കുന്നു, ഇൻകം കാണിക്കുന്നു, എക്സ്പെൻസ് കാണിക്കുന്നു. ഇനി ലയബിലിറ്റീസ് ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഹോം ലോൺ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഹോം ലോൺ എന്നിവിടെ ഫില്ല് ചെയ്യാം. കറൻസി നമ്മൾ ഏത് ഇതിലാണ് ഇറക്കുന്നത്, ഏത് ബാങ്കിൽ, ഫോർ എക്സാമ്പിൾ SBIയിൽ മോർട്ടേജ് ആണ്. ഒറിജിനൽ എമൗണ്ട് ഫോർ എക്സാമ്പിൾ ഒരു 25 ലക്ഷത്തിന് ലോൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഒരു 20 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കാം. 4, 5, 6, ഓക്കെ. EMI ഞാൻ അടക്കുന്നത് 28,000 ആണെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിളിനാണ് ഇതെല്ലാം എടുക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് 9. ഇനി എത്ര ടെനർ, എത്ര മാസം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിയുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 60 മാസം ബാക്കിയുണ്ടെന്ന് നിனைക്കുക. ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്നാണ്, ഇപ്പം ഒരു 20/20/2022 സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അതിവിടെ സേവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇനി എത്ര ടെനർ ബാക്കിയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കും. ഓക്കെ, ഗോള് നമുക്ക് ഓരോ ആവശ്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് നമ്മുടെ റിട്ടയർമെൻറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ജോലിയെല്ലാം പോയി നിൽക്കുന്ന സമയത്ത് 2030 ഞാൻ റിട്ടയർ ആകുമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ റിട്ടയർ ആകുന്ന സമയത്ത് എനിക്ക് ഇത്ര എമൗണ്ട് വേണം. സോ എനിക്കൊരു എനിക്കൊരു 1 CR വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 1 CR വേണമെന്ന് വിചാരിക്കാം. നമുക്ക് സേവ് ചെയ്യാം. അപ്പം ഈ റിട്ടയർമെൻറ്റ് കോർപ്പസിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മളെ റിട്ടയർമെൻറ്റ് ഗോൾ നമ്മളിവിടെ ഫില്ല് ചെയ്യാം. ഇവിടെ നമുക്ക് ടാക്സ് കാൽക്കുലേറ്റർ ഉണ്ട്. അതിൻ്റെ മുന്നേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മുടെ ഡാഷ്ബോർഡിലോട്ട് പോകാം. ഇപ്പോൾ ഇവിടെ ഒന്നും ആയിട്ടില്ല. നമ്മളെ ലയബിലിറ്റീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. മന്ത്ലി EMI ഇത്രയും പോകുന്നുണ്ട്, ടോട്ടൽ പ്രിൻസിപ്പൾ ഇത്രയും പോകുന്നുണ്ട്. ഇനി നമുക്ക് അസറ്റിലോട്ട് പോകാം. അസറ്റിൽ പോകുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇവിടെ നമുക്ക് പല ഓപ്ഷൻസ് കാണാൻ പറ്റും. നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും, മ്യൂച്വൽ ഫണ്ട്, ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഡിമാറ്റ് എന്ന് എടുക്കുന്നു. ഞാനിപ്പോൾ ഈ ബ്രോക്കേഴ്സ് ഇപ്പോൾ സപ്പോർട്ടിംഗ് ആണ്, ഫർദർ ബ്രോക്കേഴ്സ് ഉടനെ വരും. അപ്പോൾ ഇതിലിപ്പോൾ ഗ്രോയിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഗ്രോ എടുക്കുക. ഗ്രോയിൽ ഈ പോർട്ട്ഫോളിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ ഇതിൽ പോകുന്നു. ഞാനിപ്പോൾ ഒരു സാമ്പിൾ ഫയൽസ് ഞാനിവിടെ ചെയ്തു വെച്ചിരുന്നു. ഗ്രോയിൻ്റെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്ക് ഹോൾഡിങ്സ് എന്നിട്ട് ഫോൾഡർ കിട്ടും. ഒരു സാമ്പിൾ ഫയൽ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിവിടെ വരുന്നു. ഇത് ലൈവ് മാർക്കറ്റിൽ ഈ വാല്യൂസ് ഇവിടെ ഫെച്ച് ചെയ്യും. അതായത് നിങ്ങൾ ഇത് റീഫ്രഷ് ചെയ്യേണ്ട. നിങ്ങൾക്ക് സ്റ്റോക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിമാറ്റിൽ പോലും പോയി നോക്കണ്ട. ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് റീഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പ്രൈസ് എന്താണോ ഓരോന്നിൻ്റെയും എന്നുള്ള നമുക്കവിടെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സാമ്പിൾ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഗ്രോയിൽ എനിക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് ഉണ്ട്. അപ്പോൾ ഗ്രോയിൽ അത് ക്ലിക്ക് ചെയ്യുന്നു. റീപ്ലേസ് മ്യൂച്വൽ ഫണ്ട്, നമ്മളെ മ്യൂച്വൽ ഫണ്ട് എല്ലാം ഇവിടെ വരും. ഇതും ഓട്ടോമാറ്റിക്കലി റീഫ്രഷിംഗ് ആണ്, നമ്മളൊന്നും ചെയ്യേണ്ട. ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ഫണ്ട് ഇപ്പോൾ ഞാനിവിടെ ഗ്ലോബലിൽ ചെയ്യുന്നു. ട്രേഡിംഗ് 212 എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഇവിടെ കറൻ്റ്ലി സാമ്പിൾസ് ഉണ്ടോ നോക്കട്ടെ. ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ ഇൻ്റർനാഷണലിൽ ഇത് യൂറോയിൽ നടക്കുന്ന ഒരു സാമ്പിൾ ഫയലാണ്. അതേപോലെ ഡിമാറ്റ്, ഓക്കെ, ഡിമാറ്റ് ഏത് ബ്രോക്കറാണ് സെലക്ട് ചെയ്യാം. ഇനി ഡാഷ്ബോർഡ് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്,
എത്ര ഹോൾഡിങ്സ് ഉണ്ട്, ഡിമാറ്റിലും മ്യൂച്വൽ ഫണ്ടിലും കൂടി നമുക്ക് ഹോൾഡിങ്സ് ഉണ്ട്, എത്രയാണ് ഇപ്പോഴത്തെ അതിൻ്റെ കറണ്ട് വാല്യൂ, ഡിമാറ്റിൽ എത്ര രൂപയുണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ എത്രയുണ്ട്, എത്രയാണ് നമ്മുടെ P&L കിടക്കുന്നത് കാണാൻ പറ്റും, നഷ്ടമാണെങ്കിൽ റെഡ് കളർ കാണാൻ പറ്റും. ഇൻവെസ്റ്റഡ് എത്രയാണെന്ന് കാണിക്കും, അതേപോലെ കറണ്ട് വാല്യൂ എത്രയാണെന്ന് കാണിക്കും. ഇത് ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ, ഇത് നമ്മളെ ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇങ്ങനെ നമുക്ക് എത്ര അസറ്റുകൾ വേണമെങ്കിലും ഇതിനകത്ത് ട്രാക്ക് ചെയ്യാം. നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററീസൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഡിമാറ്റിൽ നിന്ന് കഴിഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഡേറ്റിനാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ ഒരു കാര്യം കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാം. ഇപ്പോൾ ഞാൻ ഡിമാറ്റ് എടുക്കുന്നു. ഇപ്പോൾ ശൂന്യ ബ്രോക്കറിൻ്റെ ഈ ഫയൽസ് കുറച്ചും കൂടി വളരെ അപ്ഡേറ്റഡ് ആണ്. അപ്ഡേറ്റഡ് മീൻസ് എല്ലാ ട്രാൻസാക്ഷൻ ഹിസ്റ്ററീസും കാണിക്കും. ഞാൻ അതിൻ്റെ ഒരു സാമ്പിൾസ് ഫയൽ ഉണ്ടായിരുന്നു ഇവിടെ. ഇത് കൊടുക്കുമ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഇപ്പോൾ CDSLൻ്റെ സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ CDSLൻ്റെ ഡീറ്റെയിൽസ്, RECൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ IRBയുടെ ഡീറ്റെയിൽസ്, ഓരോ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ്. ഇതിനെ നമുക്ക് ഏറ്റവും വലിയ കാര്യത്തിൽ നമുക്ക് സോർട്ട് ചെയ്യാം. ഇതിലേതാണ് ഹയസ്റ്റ് പ്രോഫിറ്റ് നിൽക്കുന്നത്, ഏതാണ് ഏറ്റവും ലോസിൽ നിൽക്കുന്നത്, അങ്ങനെ സോർട്ട് ചെയ്യാം. അത് ഏത് ബ്രോക്കറാണെങ്കിലും ജസ്റ്റ് നമുക്കിപ്പോൾ ഇത് മാത്രം ഡിലീറ്റ് ആണെങ്കിൽ ഇത് മാത്രം നമുക്ക് ഡിലീറ്റ്. ആ സ്റ്റോക്ക് നമ്മളിപ്പോൾ എക്സിറ്റായി വിറ്റു എങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഫുള്ള് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് പുതുതായിട്ട് ഇതിലോട്ട് ചെയ്യാം. ഏത് സമയത്തും നമുക്ക് ജസ്റ്റ് ലൈവ് പ്രൈസിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇവിടെ വരും. ഇതെല്ലാം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നിങ്ങളുടെ ലയബിലിറ്റീസ്. ഇനി ടാക്സ് ഉണ്ടെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പോർട്ട്ഫോളിയോയുടെ നിങ്ങൾക്ക് ഫുൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ മോത്തിലാൽ ഓസ്വാലിൻ്റെ മിഡ് ക്യാപ്പ് 2 ട്രാൻസാക്ഷൻസ് ഇവിടെ നടത്തിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ആ ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മളിപ്പോൾ റിഡീം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ പ്രീ റിഡംഷൻ കാൽക്കുലേറ്റർ ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എനിക്ക് മ്യൂച്വൽ ഫണ്ടാണുള്ളത്, ഞാൻ ഡിമാറ്റ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിവിടെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 1.25 lakhs മേലെയാണോ, അതായത് ഈ വർഷം നമ്മൾ അത്രയും റിഡീം ചെയ്തിട്ടില്ല എങ്കിൽ നോന്ന് കൊടുത്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇത്ര വരുന്നുണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇത്ര വരുന്നുണ്ട്, നമുക്കതിന് ഇത്ര രൂപ ടാക്സ് അടക്കേണ്ടി വരും. ഇത് റിഡീം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഇൻ ഹാൻഡ് ഇത്രയും പൈസ ആയിരിക്കും കയ്യിൽ കിട്ടുക എന്നുള്ളതിന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഇൻകം ആവട്ടെ, എക്സ്പെൻസ് ആവട്ടെ, കടങ്ങളാവട്ടെ, നമ്മുടെ ഗോൾസ് ആവട്ടെ, അതേപോലെ നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെ നിൽക്കുന്നു നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതേപോലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം, അലോക്കേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ഞാൻ പറയാൻ വിട്ടുപോയൊരു ടാബാണ്. അതായത് ഇക്വിറ്റിയിൽ എത്രത്തോളം ഉണ്ട്, ഡെപ്റ്റിൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ഗോൾഡ്, ഇൻ്റർനാഷണൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ കറൻസി, നിങ്ങളിപ്പോൾ യൂറോയിലാണോ ഡോളറിലാണോ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കറൻസി ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ എക്സ്ചേഞ്ച് റേറ്റിനനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി മാറും. നിങ്ങൾ ഏത് കറൻസി യൂസ് ചെയ്താലും അത് INRക്ക് ഈക്വലൻ്റ് ആയിട്ട് മാറ്റിയിട്ടാണ് അസറ്റ് അലോക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ അത് വളരെ നല്ല ഫീച്ചറാണ്. ഏതാണ് നിങ്ങളുടെ ടോപ്പ് ഗെയിനേഴ്സ്, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഏതാണ് ടോപ്പ് ലൂസേഴ്സ്. അപ്പോൾ ലൂസേഴ്സൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനെ ചില അസറ്റുകളെ ഒഴിവാക്കാനും അതുവഴി നമുക്ക് ടാക്സ് കുറക്കാനൊക്കെ നമുക്ക് പറ്റും. അസറ്റുകളെ ട്രാക്ക് ചെയ്യാം, അതേപോലെ ഡാഷ്ബോർഡ്സും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും A to Z കാര്യങ്ങൾ നമുക്ക് ഒരൊറ്റ സ്ഥലത്ത് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഏറ്റവും നല്ല ഒരു ഫീച്ചറിനായിരുന്നു. ഞാൻ ഇതുപോലൊരു ടൂൾ ഡെവലപ്പ് ചെയ്യണമെന്ന് ഒരുപാട് കാലങ്ങളായിട്ട് ആലോചിക്കുന്നതാണ്. കാരണം പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, എന്താണ് ഇവിടെ നിന്ന് ഒരു ഐഡിയ ഇല്ല, കുറെ ചെലവ് പോകുന്നു, കുറെ വരുമാനങ്ങൾ വരുന്നു, എന്നാൽ ഇതൊക്കെ ഒരൊറ്റ സ്ഥലത്ത് നമുക്കിപ്പോൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മൾ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫറും കൂടി ഈ ടൂളിനെ കൂടെ ഞാൻ കൊടുക്കുന്നു. ട്രാക്ക് 10 എന്ന് പറയുന്ന കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഓഫർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് എല്ലാം ഒരു സ്ഥലത്ത് നമുക്ക് നോക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരുപാട് സ്ഥലത്ത് നോക്കാതിരിക്കാനും നമ്മുടെ സമയം സേവ് ചെയ്യാനും ഇത് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും.